ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മരിച്ചിനി തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മരിച്ചിനി എടുത്ത് അത് ചെറുതായിട്ട് മുറിച്ച് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അതായത് അരിയുന്നത് നല്ല നീളത്തിന് കനം കുറച്ചാണ് അരിയേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ടത് നല്ലപോലെ 2-3 വെള്ളം കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലിനി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയുണ്ട്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. മരിച്ചിനി തിളച്ചിട്ടുണ്ട്. അധികം വെന്ത് പോകണ്ട കേട്ടോ. ഈ പരുവം മതി. തോരത്തിനല്ലേ, നമുക്ക് അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം എടുക്കാൻ. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പുള്ള പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഞാനിതുപോലെ അങ്ങ് ഊറ്റിയെടുക്കുന്നുണ്ടേ. നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ഈ മരിച്ചിനി ഇതിലേക്ക് തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് എടുക്കാം. ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ മരിച്ചിനി തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ.